Drop it. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോർടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്കോ ക്രാഫ്റ്റ് ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് എങ്ങനെ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ കുറയ്ക്കാം എന്നൊരു വീഡിയോ ആണ്. അതിനായിട്ടുള്ള ചെറിയ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടുള്ള വീഡിയോ ആണ്. സംഭവം ഇത് ചെയ്യുന്നതിൻ്റെ പിന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വന്ന കറണ്ട് ബില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നടത്തി. അതുകൊണ്ട് നല്ല രീതിയിൽ രണ്ടാമത്തെ തവണ കറണ്ട് ബില്ല് വന്നപ്പം നല്ല രീതിയിൽ വ്യത്യാസം വന്നു. സത്യം പറഞ്ഞാൽ ആ ബില്ല് വന്ന് ഞാൻ ശരിക്കും വണ്ടടിച്ചു പോയി. കാരണം നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങളുള്ളായിരുന്നു. അപ്പോൾ ഈ കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഉപകരണങ്ങൾ നിലവിൽ മാറ്റേണ്ട ആവശ്യമില്ല, പുതിയതൊരെണ്ണം വരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിലിരിക്കുന്ന ഉപകരണങ്ങളിൽ തന്നെ എല്ലാം പഴയ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നു. എന്നാൽ അതിൽ ഉപയോഗിക്കുന്നതിൻ്റെ സമയത്തിന് കുറച്ച് വ്യത്യാസം നമ്മൾ വരുത്തുന്നു. ആ ഒറ്റ ഒരു കാര്യം നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വിട്ടാലോ. സംഭവം സിമ്പിളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഏറ്റവും ഉപകാരപ്പെടുന്നൊരു സാധനമാണ് ഫ്രിഡ്ജ്. മിക്ക വീടുകളിലും ഉണ്ട് ഫ്രിഡ്ജ് ഇല്ലാത്ത അധികം വീടുകൾ കാണത്തില്ല. എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഫ്രിഡ്ജ്. എന്നാൽ ഈ ഫ്രിഡ്ജ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന മെയിനായിട്ട് അതിനകത്തൊരു കംപ്രസറുണ്ട്. ആ കംപ്രസറാണ് ഏറ്റവും കൂടുതൽ കറണ്ട് പിടിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ. എന്നാലും മിക്കയിടത്തും കാണുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഫാമിലിയൊക്കെ പല വീടുകളിലും കണ്ടു. ചിലയിടത്തൊക്കെ ഫ്രിഡ്ജ് 24 മണിക്കൂർ ഓണാക്കിയിട്ടേക്കുക. ചിലപ്പോൾ അതിൻ്റെ അകത്തൊന്നും കാണത്തില്ല, ഒരു സാധനമൊന്നും ഇല്ല. ചിലപ്പോൾ ചുമ്മാ അങ്ങ് ഓണാക്കിയിട്ടേക്കുക ഫ്രിഡ്ജ്. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ഇടല്ലേ. കാരണം ഫ്രിഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്തിടുക. പിന്നെ ഏറ്റവും കൂടുതൽ ഏത് വീട്ടിലെ ഉപകരണമാണെങ്കിലും കറണ്ട് പിടിക്കുന്ന സമയമാണ് സന്ധ്യസമയത്ത് മാക്സിമം നമ്മൾ ഏതൊക്കെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ടോ അതെല്ലാം ഓഫ് ചെയ്തിടാൻ നോക്കുക. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് ബില്ല് സന്ധ്യസമയത്ത് നമ്മൾ നല്ല രീതിയിൽ പിടിക്കും. ഈ സന്ധ്യസമയമാകുമ്പോൾ പല വീടുകളിൽ ലൈറ്റ് ഇടാൻ തുടങ്ങും, ഓരോരോ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങും. ആ സമയത്ത് നല്ല രീതിയിൽ കറണ്ട് ബില്ല് പിടിക്കും. അതുകൊണ്ട് സന്ധ്യസമയമാകുമ്പോൾ പറ്റുമെങ്കിൽ ഒരു 2 മണിക്കൂർ, ഒരു 5:30-6 മണി തൊട്ട് ഒരു 7 മണി വരെയൊക്കെ മാക്സിമം ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടാൻ നോക്കുക. ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും കുഴപ്പമില്ല, അതിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ. പിന്നെ ഫ്രിഡ്ജ് ഓൺ ചെയ്യുക. പിന്നെ കിടക്കുന്നതിന് മുമ്പ് മറ്റുമെങ്കിൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുക. 24 മണിക്കൂർ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അത്രയും കറണ്ട് ബില്ല് കൂടും. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ വരുന്നൊരു സാധനമാണ് തെർമോസ്റ്റാറ്റ്. ഈ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് മെയിനായിട്ട് നോക്കുക നിങ്ങളുടെ ഫ്രിഡ്ജിൽ. കാരണം ഈ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ, ആ ഫ്രിഡ്ജ് പെട്ടെന്നൊന്നും കട്ട് ഓഫ് ആകത്തില്ല. ഫ്രിഡ്ജ് തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. തെർമോസ്റ്റാറ്റിന് വലിയ വിലയൊന്നും വരുന്നില്ല, ഏകദേശം 250-300 അത്ര എന്തോ ഉള്ളൂ. ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രിഡ്ജിലെ തെർമോസ്റ്റാറ്റ് പക്ക പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്ന് നോക്കുക. അഥവാ വർക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് ബില്ല് പിടിക്കും. അതപ്പം അടുത്തുള്ള നല്ല ഫ്രിഡ്ജ് മെക്കാനിക്കുമാരൊക്കെ കാണും, അവരെയൊക്കെ സെറ്റ് ചെയ്ത് ശരിയാക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കിടക്കുന്ന റൂമിലെ ഫാൻ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മുടെ പഴയ ഫാനൊക്കെയാണ് നല്ല രീതിയിൽ കറണ്ട് തിന്നുന്നൊരു സ്വഭാവമാണ്. അപ്പം ഞാൻ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന 2 വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 BLDC ഫാൻ എടുത്തു. വേറൊന്നുമല്ല, നമ്മൾ മെയിനായിട്ട് ഫാൻ ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ നമ്മുടെ ഹാളിലും പിന്നെ കിടക്കുന്ന റൂമിലും ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ കിടക്കുന്ന റൂമിൽ നല്ലൊരു BLDC ഫാൻ ഇട്ടു, ഹാളിലോട്ട് നല്ലൊരു BLDC ഫാൻ ഇട്ടു. ഇത് രണ്ടും വന്നേ പിന്നെ നല്ല രീതിയിൽ കറണ്ട് ബില്ല് വ്യത്യാസം വന്നു. അവസാനം ഞാൻ പറയാം എത്ര ഞങ്ങൾക്ക് ബില്ല് വന്നതെന്ന്. ഇതിന് മുമ്പ് വന്ന ബില്ല് 1800 സംതിങ് ആയിരുന്നു. അവസാനം വന്ന ബില്ല് എത്രയാണെന്നും കൂടെ ഞാൻ പറയാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തതേ ഉള്ളേ. അപ്പം BLDC ഫാൻ അത് ഞങ്ങൾ 2 എടുത്തു. അപ്പോൾ നമ്മൾ കിടക്കുന്ന റൂമിൽ BLDC ഫാൻ പറ്റുമെങ്കിൽ ഒരെണ്ണം മേടിച്ചിടാൻ നോക്കുക. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കിടക്കുന്ന റൂമിലാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുക. പിന്നെ മിക്ക വീട്ടിൽ AC ഒക്കെ കാണും. AC ഉള്ളവർ, ഞങ്ങളുടെ വീട്ടിൽ AC ഇല്ല. AC ഉള്ള വീട്ടിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സ്റ്റാർ AC ആയിരിക്കും നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ കുഴപ്പമില്ല. അതിപ്പം അതിൻ്റേതായ രീതിയിൽ ചെറിയ കട്ട് ഓഫ് ടൈം ഒക്കെ ഉണ്ട്, അതെല്ലാം കൊടുത്ത് പക്കായിട്ട് പ്രവർത്തിക്കുക. പിന്നെ AC ചിലർ ഫുൾ ടൈം ഓൺ ചെയ്യും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. AC ഒന്ന് ഓൺ ചെയ്തിട്ട് റൂം ഒന്ന് കൂളാകുന്ന സമയത്ത് AC ഓഫ് ചെയ്തിട്ട് പിന്നെ ഫാനിലങ്ങ് പോകുന്നതാണ് ബെറ്റർ. കാരണം അത് നമുക്ക് കൂളിങ്ങും കിട്ടും, നമുക്ക് നമ്മുടെ ഉപയോഗം നടക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബ്, പഴയ ഫിലമെൻറ്റ് ബൾബ് ഉണ്ട്, അത് മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് LED ബൾബ്സിലോട്ട് മാറുക. അപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ എല്ലാം മാറ്റുക എന്നാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ രീതി, ഞാനിപ്പോൾ കറണ്ട് ബില്ല് കുറച്ച് എന്നാന്ന് വെച്ചാൽ നിലവിലിതൊന്നും മാറ്റിയില്ല. ഞാൻ ചെയ്ത 2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ടൈം ഒന്ന് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് ടൈം സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിയായപ്പോൾ ഓഫ് ചെയ്തിട്ട് ഒരു 7-7:30 ആയപ്പോൾ ഫ്രിഡ്ജ് ഓൺ ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും സന്ധ്യ സമയം അത് ചെയ്തു. പിന്നെ ഫാനിൻ്റെ കാര്യത്തിൽ BLDC ഫാൻ കൊണ്ടുവന്നു, അതിട്ടു. അപ്പോൾ അതിൽ നല്ല രീതിയിൽ കറണ്ട് ബില്ല് വ്യത്യാസം വന്നു. അത് കഴിഞ്ഞ് വന്ന കറണ്ട് ബില്ലാണ് ഞങ്ങൾക്ക് 722. ഞാൻ എന്നാലും വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം വന്ന കറണ്ട് ബില്ല്. അപ്പോൾ ശരിക്കും ആ ബില്ല് വന്ന് കണ്ടിട്ട് ശരിക്കും ഞങ്ങൾ വണ്ടടിച്ചു പോയി. പിന്നെ ഒരു മെയിൻ സാധനമാണ്, നിങ്ങളുടെ വീട്ടിൽ കിണറുണ്ടായില്ലേ, പ്രത്യേകിച്ച് കുഴൽക്കിണറുണ്ടെങ്കിൽ കംപ്രസർ മോട്ടറായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, ഇല്ലേ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന മോട്ടറായിരിക്കും. ഈ മോട്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേന് മാക്സിമം സന്ധ്യ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ രാവിലെ നമ്മൾ ഒരു 8 മണി ഇല്ല അതിന് മുമ്പ് വെളുപ്പിന് ആ ടൈമിലൊക്കെ നിങ്ങൾ എഴുന്നേക്കുന്ന സമയത്ത് ഒന്ന് മോട്ടർ ഇട്ട് ടാങ്ക് നിറയ്ക്കാൻ നോക്കുക. എല്ലാ ദിവസവും പ്രോപ്പറായി ടാങ്ക് നിറച്ചിടുക. തീരുന്ന അനുസരിച്ച് വൈകിട്ട് മോട്ടർ അടിക്കാതിരിക്കുക. എല്ലാ ദിവസവും രാവിലെ മാത്രം മോട്ടർ അടിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തങ്ങ് പൊക്കോളും. ഞങ്ങൾ ഉപയോഗിക്കുന്ന കംപ്രസ്ഡ് മോട്ടറാണ് കുഴൽക്കിണറ്റിൽ. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ തേപ്പുട്ടിയുടെ കാര്യം പറയാനാണെങ്കിൽ അതുണ്ട്, അത് സന്ധ്യ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ രാവിലെ ഉപയോഗിക്കുക, ഇല്ല വൈകിട്ട്
പിന്നെ എല്ലാവരും വെട്ടമൊക്കെ ഓഫാക്കി വരുന്നൊരു സമയമുണ്ടല്ലോ 10 മണി ആ ടൈമൊക്കെ ആകുമ്പോൾ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കോയിൽ ഐറ്റംസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കറണ്ട് തിന്നുന്നത്. പിന്നെ ഇൻഡക്ഷൻ കുക്കർ മസ്റ്റായിട്ടുള്ള സാധനമാണ്, നല്ല രീതിയിൽ കറണ്ട് തിന്നുന്ന സാധനമാണ് ഇൻഡക്ഷൻ കുക്കർ. അപ്പോൾ അത് ഉപയോഗിക്കുന്നവരും ഇതുപോലെ നോക്കിയും കണ്ട് ചെയ്യുക. സന്ധ്യ സമയത്ത് മാക്സിമം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, കറണ്ട് ബില്ലിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എൻ്റെ വീട്ടിൽ വന്ന കറണ്ട് ബില്ല് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് വന്ന കറണ്ട് ബില്ല് എൻ്റെ കയ്യിൽ ഇരിപ്പില്ല, 1800 സംതിങ്. എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടത്. അതുകൊണ്ട് എങ്ങനെ രണ്ടാമത്തെ വീഡിയോയിൽ കറണ്ട് ബില്ല് നമുക്ക് കുറയ്ക്കാമെന്ന് ഞാൻ നോക്കി. അപ്പം കറണ്ട് ബില്ല് കുറച്ചു, നല്ല രീതിയിൽ കുറവ് വന്നു. 722 രൂപയായി കറണ്ട് ബില്ല്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എന്നാലും കറണ്ട് ബില്ലിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. താഴെ കമൻറ്റ് ബോക്സ് കിടപ്പുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വരുന്ന കറണ്ട് ബില്ല് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്.